നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. സ്നിക്കേഴ്സ് കേക്കാണ്. അപ്പോൾ സ്നിക്കേഴ്സ് എന്ന് പറയുമ്പോൾ പീനട്ടും ചോക്ലേറ്റ്, കാരമൽ ഇതിൻ്റെയൊക്കെ കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് ടേസ്റ്റ് വരുന്നത്. അതേ ഒരു ഫ്ലേവർ തന്നെയാണ് നമ്മൾ ഈ ഒരു കേക്കിലും കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഒരു കേക്ക് സോക്ക് ചെയ്യുന്നത് നമ്മുടെ ചിക്കു സ്റ്റൈൻ സ്പെഷ്യൽ സിറപ്പും പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഗണാഷ് എന്ന് പറഞ്ഞാൽ അതും ഒരു സ്പെഷ്യൽ ഗണാഷാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓവനില്ലാതെ ബീറ്റർ ഇല്ലാതെ മിക്സിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു സ്നിക്കേഴ്സ് കേക്ക് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 4 ലെയറാണ് ചെയ്യുന്നത്. 2 ചോക്ലേറ്റിൻ്റെ ലെയറും 2 പീനട്ട് കേക്കിൻ്റെ ലെയറും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കടല, ഇത് നിലക്കടലയാണ് കേട്ടോ. ഇപ്പോൾ തൊലി പൊളിച്ചിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അതാകുമ്പം എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 100 ഗ്രാമാണുള്ളത്. ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു അളവൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു 1/4 കപ്പോളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. നല്ലൊരു മണം വരും. കടലയൊക്കെ വറക്കുമ്പോൾ നല്ല മണം വരില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓഫായി കൊടുക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ അതൊന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തണുക്കണ്ട, ചെറിയൊരു ചൂടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ട് തട്ടിയിട്ട് ഒന്ന് അടിച്ചങ്ങ് എടുക്കാം കേട്ടോ. ഹൈ സ്പീഡിലോ ലോ സ്പീഡിലോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ അടിച്ച സമയത്ത് അത് കണ്ടോ കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തട്ടിയിട്ടിട്ട് ഒന്നുകൂടെ അടിക്കാം. ഇതിപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടർ. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് തലേ ദിവസമേ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ അത് മാത്രമല്ല, ഇത് ഉണ്ടാക്കിയിട്ട് കുപ്പിയിലൊക്കെ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കി മുഴുവനും മൈദ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാം. ഇപ്പോൾ കോൺഫ്ലോർ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കോൺഫ്ലോർ ഇല്ലെങ്കിൽ എടുക്കണമെന്നൊന്നുമില്ല. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടെക്സ്ചർ വൈസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും, അതുകൊണ്ട് എടുക്കുന്നതേ ഉള്ളൂ. ഇല്ലാത്തവർ മൈദ മാത്രം എടുത്താൽ മതി. അതിപ്പം ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെക്കാം. അപ്പം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 50 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. അത് ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ചൂടിൽ ഇരുന്നിട്ട് ബട്ടർ അങ്ങ് മെൽറ്റ് ആയിക്കോളൂ. അത് ചൂടാക്കണമെന്നില്ല. ഇൻ കേസ് ഇനി മുഴുവൻ മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ചൂടാക്കി തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങ് മാറും. അപ്പോൾ അത് മെൽറ്റ് ആയതിന് ശേഷം ഒന്ന് തണുക്കണം. ചൂടോടുകൂടി ഒരിക്കലും കേക്കിൻ്റെ ബാറ്ററിൽ ഒഴിക്കരുത്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ബീറ്റർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പം മുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊരു ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചങ്ങ് എടുത്താൽ മതി. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ചേർത്തിട്ട് ലോ സ്പീഡിലിട്ട് അടിച്ചാൽ മതി. നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പീനട്ട് ബട്ടറില്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചത്, അതിനകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ഒന്ന് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വിസ്ക് വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടെന്ന് കട്ടയൊന്നും കെട്ടാതെ നല്ല പെട്ടെന്ന് തന്നെ അത് മിക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടാണ് ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഏകദേശം പകുതിയോളം തന്നെ നമുക്കത് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ പാത്രത്തിലുള്ള ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ വിനീഗർ കൂടെ ചേർക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ച് വരുന്ന ഒരു ട്രേ ആണ്. ഈ ഒരു ട്രേ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, ഓയിലൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനായിട്ടാണ്. അതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നതാ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 15 മിനിറ്റ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നമ്മുടെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ആവുന്ന സമയത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേക്കിൻ്റെ. അപ്പോൾ നമുക്കൊന്ന് കുത്തി നോക്കാം. സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. സ്ക്വയറിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, ആയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ഹൈറ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു കേക്കിന്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പകുതി ബാറ്ററല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അത് നമുക്കതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു പാനിൻ്റെ സൈസ് 5 ഇഞ്ചായാലും 6 ഇഞ്ചായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. 5 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. അതവിടെ തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ്, ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ഗ്രേറ്ററിലാട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാല്, നല്ല ചൂട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കുറച്ച് സമയം ഇളക്കുമ്പോഴത്തേക്കും ആ കട്ടകളൊക്കെ ഒന്നങ്ങ് നന്നായിട്ട് ഉടഞ്ഞ് നല്ല മിക്സ് ആയിട്ടുണ്ടാവും. അത് അവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്, ഒരുപാട് അങ്ങ് തണുത്തിട്ടൊന്നുമില്ല. നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കേക്ക് പകുതി ബാറ്ററല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ആ ഒരു ഹൈറ്റ് ഉള്ളത് കേട്ടോ. ഇത് നമുക്ക് 2ആയിട്ട് ലെയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതേ കേക്കിന് തന്നെ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി ഒന്നുകൂടെ ബട്ടറോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററിലേക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഒരു ഇളം ചൂടോടുകൂടിയാണ് ഇട്ടുള്ളത്. അത് നമുക്ക് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിപ്പം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂണാണ് കേട്ടോ. ആദ്യം ചേർത്തത് 1/4 ടീസ്പൂൺ ആയിരുന്നു. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് ഇളക്കുന്നുണ്ട്, ആ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാനാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് കേക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പ്രീഹീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓഫാക്കി ഇട്ടിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിത് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഓണാക്കി ചൂടാക്കിയിരുന്നാൽ മതി. അപ്പം ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട്. ഒന്ന് കുത്തി നോക്കാം സ്ക്വയർ വെച്ച്. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഉണ്ട്. നമ്മൾ രണ്ടാമത് വെച്ച കേക്കല്ലേ, കുറേ സമയമായി ഇത് പുറത്തിരിക്കുന്നു. ഇത്രയും സമയം 20 മിനിറ്റും കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് മുകളിലായി ഇത് പുറത്തിരിക്കുന്നു. എന്നിട്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നു കേക്ക്. നമുക്കതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതവിടെ തണുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് റെഡിയാക്കണം കേക്ക് സോക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. പതുക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അതങ്ങ് മെൽറ്റായിട്ട് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. കാരമൽ കട്ട തട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മെൽറ്റായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ അതും എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള പീനട്ട് ബട്ടറില്ലേ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ എടുത്തു വെച്ചത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ടങ്ങ് മിക്സ് ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനുള്ള ചിക്കൂസ് ഡൈൻ സ്പെഷ്യൽ സിറപ്പ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു രുചി എന്താണെന്ന്. നല്ല ആ ഒരു പീനട്ടിൻ്റെ ടേസ്റ്റ്, കാരമലിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറാണ്. അത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ക്രീം റെഡിയാക്കണം. നമ്മൾ ചോക്ലേറ്റ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 75 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് മുറിച്ച് വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്.
അപ്പം കുറഞ്ഞ തീയിലിരുന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് അതങ്ങ് മെൽറ്റായിട്ട് വന്നോളൂ. എപ്പോഴും ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തീ വളരെ കുറച്ചിട്ടിട്ട് മാത്രമേ മെൽറ്റ് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ നന്നായിട്ടത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റർ വെച്ചും വിസ്ക് വെച്ചും വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിപ്പായി വന്നിട്ടുണ്ട്. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് നമുക്ക് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. അതിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്, നല്ല തിക്കായിട്ടാണുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററുള്ളവർ ബീറ്റർ വെച്ച് അടിക്കാം, വിസ്ക് ആണെങ്കിൽ വിസ്ക് വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ സ്പാച്ചുല വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്നിക്കേഴ്സ് ആണ്. സ്നിക്കേഴ്സ് കേക്ക് അല്ലേ, അപ്പോൾ സ്നിക്കേഴ്സ് കട്ട് ചെയ്ത് ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ കേട്ടോ. അതിപ്പോൾ 20 രൂപയാണ് ഈ ഒരു പാക്കറ്റിനുള്ളത്. അതിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് കേക്കും ചോക്ലേറ്റ് കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ആദ്യം ഒന്ന് ലെയർ ചെയ്തെടുക്കാം. 2 ലെയറാക്കി എടുക്കാം കേട്ടോ. കത്തി വെച്ചിട്ട്, നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ആദ്യം ഇട്ട ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നൂല് വെച്ച് കട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ അത് 2 ആക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. 2 ലെയർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പീനട്ട് കേക്ക് ലെയർ ചെയ്തെടുക്കാം. അത് 2 ലെയറായിട്ട് ലെയർ ചെയ്യാം കേട്ടോ. ഒരുപാട് തിക്ക് ലെയർ ഒന്നും അല്ല കേട്ടോ. അപ്പം 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 ലെയർ കേക്കും റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് സോക്ക് ചെയ്യണം. നമ്മുടെ സ്പെഷ്യൽ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് സോക്ക് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും വരട്ടെ കേട്ടോ. ചില ഭാഗങ്ങളിൽ സോക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് ശരിക്കും മനസ്സിലാവും ഓരോ ഭാഗത്ത് സോക്കാവാത്തത്. അപ്പോൾ അതെല്ലായിടത്തും ഒരേപോലെ വരത്തക്ക വിധത്തിൽ സോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പിൻ്റെ 3/4 ഭാഗത്തോളം ഈ ഒരു ഫസ്റ്റ് ലെവൽ സോക്കിങ് ചെയ്ത് കൊടുക്കണം. സോക്ക് ചെയ്തിട്ട് ഒരുപാട് സമയം വെക്കുകയും ചെയ്യരുത്. സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രം ഈ ഒരു സോക്കിങ് ചെയ്താൽ മതി. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ടേൺ ടേബിളിൻ്റെ മുകളിലോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുക്കുകയാണേ, കേക്ക് ഇളകി പോകാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ചോക്ലേറ്റിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ക്രീം വെച്ച് കൊടുക്കാം. ക്രീം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം ഞാൻ ഡയറക്റ്റായിട്ട് ഇടുകയാണ് കേട്ടോ. പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്നിക്കേഴ്സ് അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇടുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് പീനട്ട് കേക്ക് ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് നന്നായിട്ട് സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. അടുത്ത സ്നിക്കേഴ്സിൻ്റെ ലെയർ ഇടുന്നുണ്ട്. അടുത്ത ചോക്ലേറ്റ് കേക്ക് വെക്കാണ്, സിറപ്പ് ഒഴിക്കുകയാണ്, പിന്നെ ക്രീം തേച്ച് കൊടുക്കാം. സ്നിക്കേഴ്സ് കട്ട് ചെയ്തത് മുഴുവനായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ പീനട്ട് കേക്കിൻ്റെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. സിറപ്പ് ബാക്കിയുള്ളത് മുഴുവൻ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം എല്ലായിടത്തോട്ടും. ഇപ്പം മുകളിലും തേച്ചിട്ടുണ്ട്. ഉള്ള സൈഡിലേക്ക് തെറിച്ച് നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡ് മുഴുവൻ ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി കുറച്ച് ക്രീം സൈഡിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുകയാണ്. സ്പാച്ചുല കൊണ്ട് തന്നെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. ഇനി പാലറ്റ് നൈഫ് കൊണ്ട് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്രീം കറക്റ്റായിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. എവിടെയെങ്കിലും ക്രീം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ ക്രീമാക്കി ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലത്തെ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ആ സ്ക്രേപ്പർ വെച്ച് പതുക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. സ്ക്രേപ്പർ കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് വെക്കണ്ട, പതുക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് കറക്കി കൊടുക്കാം. ഇനി നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു കൊച്ചു ടിപ്പ് പറയാം. നമ്മൾ കേക്ക് പാലറ്റ് നൈഫ് ജസ്റ്റ് ഒന്ന് നനയ്ക്കുക. സാധാരണ വെള്ളമാണ്, തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. പച്ചവെള്ളം എടുക്കരുത്, കാരണം കേക്കിൻ്റെ മുകളിൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് പാലറ്റ് നൈഫ് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ പതുക്കെ നമുക്കതിൻ്റെ മുകളിൽ കൂടി ഇങ്ങ്
വടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മോൾ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഞാനിത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഫിനിഷിങ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം പലറ്റ് നൈഫ് വെക്കുമ്പോഴും അത് പലറ്റ് നൈഫിൻ്റെ മേലെ ക്രീം ഉണ്ടാവാൻ പാടില്ല. കുറച്ചൊന്ന് വെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ സൈഡിലും അതേപോലെ തന്നെ സ്ക്രേപ്പർ നനച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതെടുത്ത് ഫ്രീസറിലേക്ക് വെക്കാം. ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ മതി. നമുക്കിതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കാനുള്ളതാണ്. ഒരു സ്പെഷ്യൽ ഗണാഷാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ, ഒന്ന് കാരമലൈസ് ചെയ്ത് വരണം. അപ്പോൾ അത് കാരമലൈസ് ചെയ്ത് വരുന്നുണ്ട്, നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തീ കുറച്ചിടണം കേട്ടോ. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറച്ച് വേണം ഇടാനായിട്ട്. അതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കട്ടെ. ഇനി നമുക്ക് ഒരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനും 2ആയിട്ട് നമുക്ക് ഇതിൽ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോടെ ചേർത്ത് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവും. അപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെക്കാം. അതിലേക്ക് ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് മുറിച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോഴത്തേക്കും നന്നായിട്ടങ്ങ് മെൽറ്റായി. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇനി നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് തണുക്കണ്ട, ഒരു ഇളം ചൂടോടുകൂടി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ കാരമൽ ഡെക്കറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് തിളയ്ക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് എല്ലായിടത്തും ഒന്ന് മിക്സായി ഒന്ന് നന്നായിട്ട് അതിൻ്റെ കളറങ്ങ് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കളറ് നന്നായിട്ട് ചേഞ്ചായി മെൽറ്റായിട്ടുണ്ട് പഞ്ചസാരയൊക്കെ. ഇനി നമുക്കതങ്ങ് ഓഫായി കൊടുക്കാം. ഒരുപാട് സമയം വെച്ചിരുന്നാൽ അതങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിനങ്ങ് എടുത്താൽ മതി. പിന്നെ ആ ചീനച്ചട്ടിയുടെ ചൂടും കൊണ്ട് അതങ്ങ് ആ ഒരു കളറിൽ തന്നെ കിട്ടിക്കോളും. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു സിലിക്കോണിൻ്റെ ഷീറ്റാണ് കേട്ടോ. അതിപ്പോൾ ഫോണ്ടൻറ്റ് കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സിലിക്കോൺ ഷീറ്റാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുക്കാം. അതെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൈയൊന്നും പൊള്ളാതെ. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുതിർന്ന ആരെങ്കിലും ഇല്ലാതെ ഇതൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഇത് പൊള്ളിക്കഴിഞ്ഞാൽ നല്ല പൊള്ളലായിരിക്കും. ചൂടുവെള്ളം വീണ് പൊള്ളുന്ന പോലെയല്ല, കയ്യിൽ അവിടെ പറ്റിയിരിക്കും, നന്നായിട്ട് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. നമുക്ക് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ കാരമൽ ഡെക്കറേഷൻ ബൗളും ഒക്കെ ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നോക്കി അതുപോലെ ചെയ്യാം കേട്ടോ. ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് നമുക്ക് പതുക്കെ ഈ സിലിക്കോൺ മാറ്റിൻ്റെ അടിയിലോട്ട് അങ്ങ് കയറ്റി നമ്മൾ ഒഴിച്ച കാരമലിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും ഇങ്ങനെ നമ്മുടെ തുണിയൊക്കെ ക്ലിപ്പ് ചെയ്യുന്ന ക്ലിപ്പുണ്ടല്ലോ, അത് വെച്ചൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലോട്ടൊന്നും ഒഴുകി വീഴാതെ ശ്രദ്ധിക്കണം. അതവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. ഇതിപ്പം അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഇങ്ങ് എടുക്കുമ്പോൾ അതങ്ങ് പോന്നോളൂ. എന്നിട്ട് നമുക്ക് പതുക്കെ ആ സിലിക്കോൺ മാറ്റ് അങ്ങ് എടുത്ത് കൊടുക്കാം. പതുക്കെ അങ്ങ് വലിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് ഇളകി വന്നോളൂ കേട്ടോ. സിലിക്കോൺ മാറ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇളകി വരുന്നത്. എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ അങ്ങ് വീടിയിച്ചു കൊടുക്കാം. അടിപൊളി, നല്ലൊരു ഭംഗിയുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ബൗള് പോലെ ആയിട്ടുണ്ട്. എന്താ പറയുക, ഒരു സിംഹാസനം പോലെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ പുറത്ത് വെക്കണ്ട കേട്ടോ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും മെൽറ്റായി പോവും, കുറേ സമയമൊക്കെ വെച്ചാൽ. നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്കിത് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സോസാണ്. ഇതിപ്പോൾ ശരിക്കും രണ്ടിനും ഇതേപോലെ ഒരു പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഒഴിക്കാൻ പറ്റില്ല, എല്ലാം ഒരുമിച്ച് അങ്ങ് കട്ട കെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഒരു കൺസിസ്റ്റൻസി അല്ലാന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോഴത്തേക്കും ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി നമുക്ക് ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇല്ല, ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഇത് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് ചോക്ലേറ്റ് ഗണാഷും കാരമൽ
സോസും കൂടെ മാറി മാറി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് ചരിച്ചു കൊടുക്കാം. നീങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇൻ കേസ് ഫുള്ളായിട്ട് ഒലിച്ച് പോകുന്നില്ല, ഇപ്പോൾ എൻ്റെ കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുക, കുറച്ച് കൂടുതൽ സമയം ഫ്രീസറിൽ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഒലിച്ച് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സ്ക്രേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴുകി പോവുകയാണെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് അങ്ങ് തണുപ്പിക്കുകയൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് തണുത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഗോൾഡൻ പേൾസ് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേക്ക് കാണാനായിട്ട്. അത് മുഴുവനായിട്ട് അങ്ങ് വെച്ച് കൊടുക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു സൈഡിലായിട്ട് നമ്മുടെ കാരമൽ ഡെക്കറേഷൻ ബൗളും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും ക്യാമറയിൽ കൂടെ കാണുന്നതിലും ഭംഗി നേരിട്ട് കാണാനാണ്. ക്യാമറയിൽ കൂടെ അത്രയ്ക്കും കൊണ്ട് ഭംഗി തോന്നുന്നില്ല, നേരിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് സ്നിക്കേഴ്സ് കേക്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്നിക്കേഴ്സ് ബാർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇടണമെന്ന് വിചാരിച്ച് മറന്നുപോയൊരു കാര്യം കേട്ടോ. അത് വെച്ച് ചെയ്തതിന് ശേഷം ഈ ബൗളൊക്കെ വെച്ചാൽ മതി. ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഇപ്പം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു ടൂത്ത് ബ്രഷിലാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ അങ്ങ് തട്ടി കൊടുത്താൽ മതി. അപ്പം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ സൈഡിലേക്ക് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പുറത്തും സ്നിക്കേഴ്സ്, അകത്തും നിറച്ചും സ്നിക്കേഴ്സൊക്കെ ആയിട്ടിരിക്കുന്ന, പിന്നെ പീനട്ടിൻ്റെയും കാരമൽ ചോക്ലേറ്റിൻ്റെയും എല്ലാം കൂടെ ഒരു കോമ്പിനേഷനുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ഇതിപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. പതുക്കെ അങ്ങ് കട്ട് ചെയ്യാം. അടുത്ത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നൈഫൊന്ന് തുടച്ചതിന് ശേഷം വെച്ചെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അടിപൊളി, പല കളർ ലെയറായിട്ട് ഇരിപ്പുണ്ട്. ബ്രൗണും ക്രീമും ഒക്കെ കൂടി. അതിൻ്റെ ഇടയ്ക്ക് സ്നിക്കേഴ്സൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ കട്ടായത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ കഴിക്കട്ടെ. അടിപൊളി. ആ കാരമലിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. നമ്മൾ ആ കാരമൽ സിറപ്പിൽ അങ്ങനെ സോക്കായിട്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക സിറപ്പാണ്, ഭയങ്കര ടേസ്റ്റി ആട്ടോ ആ സിറപ്പ്. നമ്മൾ ഈ കേക്കിൽ ഒഴിച്ചിട്ടുള്ള സിറപ്പ് നല്ല ടേസ്റ്റിയാണ്. അത് 2 കേക്കിലും കൂടെ വരുമ്പോഴത്തേക്കും അടിപൊളിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ സ്നിക്കേഴ്സും കൂടെ കടിക്കാൻ കിട്ടുന്നുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്നിക്കേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്കും പിന്നെ പറയേ വേണ്ട, അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾ ഈ ഒരു തരത്തിൽ സ്നിക്കേഴ്സ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ചോക്ലേറ്റ് ഗനാഷിൻ്റെ കൂടെ ആ ഒരു കാരമൽ സോസും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് രുചിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പം ഒരു 1.5 കിലോയോളം വരുന്ന കേക്കാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 700 രൂപ മുതൽ 900 രൂപ വരെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.